Okay. Unit 14. Oscillations. Actually, there are two terms related to oscillation. First one, periodic motion. Periodic motion. Second one, oscillation. ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും കാർത്തി? ഒരു കൃത്യമായ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യണം അല്ലേ ഒരു മോഷൻ. എനി മോഷൻ റിപ്പീറ്റ് in a given interval of time. Given interval of time. കൃത്യമായ സമയം കഴിയുമ്പം ഒരേ മോഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഇപ്പം അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമി. ഭൂമി ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് കറങ്ങുന്നത്. നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ പാഠം പഠിച്ചല്ലേ? ഭൂമി കെപ്ലേഴ്സ് ലോ അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വരച്ചു കേട്ടോ, സർക്കിളായിട്ട് വരയ്ക്കാൻ. എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത് 24 മണിക്കൂർ കൊണ്ട്. നമ്മൾ ചുറ്റും 24 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മളുടെ ആക്സിസ് ചുറ്റും. അതും സൂര്യനെ കറങ്ങുന്നത് ഒരു വർഷം. ഏതെടുത്താലും അതൊരു കൃത്യമായ സമയ ഇന്റർവെല്ലിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയാം. That is repeating in a particular interval of time. But it is the case of an oscillation. Oscillation is also a periodic motion. എല്ലാ ഓസിലേഷൻസും പീരിയോഡിക് മോഷനാണ്. പക്ഷെ ഈ മോഷൻ ഒരു പീരിയോഡിക് ഓസിലേഷൻ ആണോ? അല്ല. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതി പറയാം. ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ. ഈ സിമ്പിൾ പെൻഡുലം ഇവിടുന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിങ് കൊടുത്താൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ? ഈ പോയിന്റ് വരും. ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ എന്നാ പറ്റും? ഇവിടെ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇവിടെ ഇതിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 0. പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? mgh. എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് എനർജി പവറിൽ ഒരു ബോഡി മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുമ്പം ഇങ്ങനെയൊക്കെ എഴുതിയതായിരുന്നു, ഓർക്കുന്നുണ്ടോ? പൊട്ടൻഷ്യൽ എനർജി mgh, h ഹൈറ്റ് വരെ ഇവിടുന്ന് പോയാൽ വേറെ ഹൈറ്റ് ആണ് പോണെങ്കിൽ ഇവിടെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇവിടെ കൈനറ്റിക് എനർജി എങ്ങനെയായിരിക്കും? കൈനറ്റിക് എനർജി ഇവിടെ മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മിനിമം ആയിരിക്കും. അപ്പൊ ഇത് അങ്ങോട്ട് പോയി ഇങ്ങനെ അങ്ങ് പോയി തിരിച്ച് ഇതിലോട്ട് വരും. അപ്പൊ ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. ഫസ്റ്റ് പോയിന്റ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞ എന്നാ? മുമ്പോട്ടും സെയിം പാത്തിലോട്ട് തിരിച്ചോട്ടും തിരിച്ച് അതേ പാത്തിലോട്ട്. ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ with respect to an equilibrium position. With respect to an equilibrium position. ഈ പോയിന്റ് പറയാം എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും അർത്ഥം? ഇവിടെ ഏതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്? ഇതാ ഇക്വിലിബ്രിയം പോയിന്റ്. ഈ പോയിന്റിൽ നോക്കുമ്പല്ലേ ഇത് ഇങ്ങോട്ട് പോണു, ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് പോണു, വീണ്ടും ഈ ഹൈറ്റ് വരുന്നു, അവിടുന്ന് തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഫ്രിക്ഷനും ഇല്ല, ഗ്രാവിറ്റി നെഗ്ലക്ട് ചെയ്യുകയാണ്, ഇൻഫിനിറ്റി. എത്ര കാലം വേണേലും ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. താഴത്തോട്ട് ജി ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടും എയറും ഇതെല്ലാം ചുറ്റും ഉള്ളത് കൊണ്ടും ഫ്രിക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ് ഇത് നിൽക്കുന്നത്. സോ എനി ഓസിലേഷൻ ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ and it is a periodic. So അപ്പോൾ ഇവിടെ തന്നെ വേണം ആഡ് ചെയ്യാൻ. It is a to and fro periodic motion.
It is a to and fro periodic motion with respect to the equilibrium position. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ്, ഈ പഴയകാല ക്ലോക്കുകളിലെ പെൻഡുലയില്ലേ, പെൻഡുലം ക്ലോക്ക്, ഇങ്ങനെ വലിയ പെട്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് വെച്ച് ഇതിങ്ങനെ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പെൻഡുലം ക്ലോക്കിന്റെ കേസിലുള്ള മോഷൻ. സംടൈംസ് ഇതിന് ശേഷം നമ്മൾ ഓർമ്മയോടെ ഡിസ്കസ് ചെയ്യും സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്നാണ് പറഞ്ഞത്? ഹാർമോണിക് മോഷൻ. സെയിം സെന്റൻസ് തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ടു ആൻഡ് ഫ്രോ പീരിയോഡിക് മോഷൻ with respect to the equilibrium point ഒരു പോയിന്റോട് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. in which the acceleration directed to its equilibrium position എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ഇപ്പൊ നമ്മൾക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം. പെൻഡുലോ എക്സാമ്പിൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് കെട്ടിയിടുവാണെങ്കിൽ ഇതിന് താഴത്തോട്ട് എന്തുണ്ട്? അതിന്റെ വെയിറ്റ് ഉണ്ടല്ലേ, m×g വെയിറ്റ് താഴത്തേക്കുണ്ട്. ഞാനൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴേക്ക് മൂവ് ചെയ്യും. അതായത് ഇപ്പൊ ഈ ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ പടം വരയ്ക്കുന്ന നോക്കണം, ഒരു എക്സ് ഡിസ്റ്റൻസ് വരെയും ഇലൂമിനേറ്റ് ചെയ്ത്, അതായത് ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ഇതായിരുന്നു ഇതിന്റെ സെന്റർ എങ്കിൽ അവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അടുത്ത ഓസിലേഷനിൽ ഇത് ആക്സിലറേഷൻ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഇങ്ങോട്ട് വലിയുമ്പോൾ എന്നാ പറ്റും? സ്പ്രിങ്ങിനകത്ത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. എന്നാ പറ്റും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, താഴേക്കാ. ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് എക്സ് ആണെങ്കിൽ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ്. എക്സ് ഇങ്ങോട്ടാണെങ്കിൽ restoring force opposite direction. So displacement and restoring force are opposite direction. So F directly proportional to minus x. F equal to a constant k into x or minus k into x, where k is called spring constant. കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നണം. എവിടെ എഴുതിയത് ഞാൻ വായിച്ചാൽ. അപ്പൊ അത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ ഇൻ വിച്ച് ആക്സലറേഷൻ ഡയറക്റ്റഡ് ടുവേർഡ്സ് ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഇതിനായി വെച്ചാൽ വീണ്ടും ഇത് വന്നേച്ച് ഇത് കംപ്രസ് ആയി പോകും. കംപ്രസ് ആയി പോകുമ്പം ഇത് എത്ര ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത് അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇതിന്റെ നടുക്കോട്ട് മുകളിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ ദിസ് മോഷൻ ഈസ് കോൾഡ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു വേവ് ഇക്വേഷൻ കൊണ്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്തത്. ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ. ഇനി ഒരെണ്ണോടെയുണ്ട് ഫോർത്ത് ടൈപ്പ്, വി ക്യാൻ സേ ദാറ്റ് വൈബ്രേഷൻ. വൈബ്രേഷൻ നമ്മൾ മറ്റൊരു വിഭാഗത്തിൽ പെടുത്താം. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ട്യൂണിംഗ് ഫോർക്കിന്റെ ഇവിടെ ഒരു റബ്ബർ ഹാമർ കൊണ്ട് അടിച്ചാൽ ഇത് ഹൈ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഹൈ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number of vibration produced in a second is very high. That means the frequency is very large. That type of motion is called or considered as a vibration. So mainly ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിയണം. ഇപ്പോൾ ഒരു മോഷൻ തന്നിട്ട് അത് ഇക്വിലിബ്രിയം ആണോ അല്ലെ സിമ്പിൾ ഹാർമോണി, എന്തുകൊണ്ടാണ് അത് വന്നത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും,
അപ്പോൾ അത് മൈനസ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് മൈനസ് ആകുന്നത്. അവിടെ കൈനറ്റിക് എനർജി അവിടെ മാക്സിമം ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഇന്നടുത്ത് മാക്സിമം ആയിരിക്കും. അങ്ങനെയുള്ളതിനെ ഓസിലേഷൻ എന്ന് പറയും, പീരിയോഡിക് മോഷൻ എന്ന് പറയും. എല്ലാ ഓസിലേഷൻസും പീരിയോഡിക് മോഷൻ ആണ്. പക്ഷേ പീരിയോഡിക് മോഷൻ എല്ലാം ഓസിലേഷൻസ് അല്ല. ഇപ്പം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന കേസ്, പിന്നെ സ്പ്രിങ്ങിന്റെ കേസിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വരുന്നത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അത് തിരിച്ച് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പോകാൻ വേണ്ടി ആക്സലറേഷൻ ഡയറക്റ്റ് ചെയ്യും. അപ്പം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ്. എന്തുകൊണ്ടാണ് വന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അല്ലെങ്കിൽ ആക്സലറേഷൻ ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും, ആക്സലറേഷൻ സ്മോൾ ആയി എഴുതി കഴിഞ്ഞാൽ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ്. അങ്ങനെ എഴുതാം. ഡയറക്ഷൻ ഓഫ് ആക്സലറേഷനും ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ഒരു ഓസിലേഷനെ നമ്മളൊരു വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നോക്കുക, ഒരു വേവ് വരയ്ക്കുമ്പം അതിന്റെ എക്സ് ആക്സിസ് എന്നായിരിക്കും? ടൈം എടുക്കാം ഒന്നെങ്കിൽ, അല്ലേ? ടൈം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയുടെ ടൈമിലാണെങ്കിൽ തീറ്റ എടുക്കാം. ഇപ്പൊ നമുക്കൊരു സിമ്പിൾ പെൻഡുലം ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നല്ല വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കണം. ഒരു സിമ്പിൾ പെൻഡുലാണ്. ഇത് ആദ്യമായിട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒറിജിൻ 0 എടുക്കാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ കാർത്തി? ഇനി നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ ഒരു പോയിന്റ് വരെ. അതായത് എക്സ് ഈക്വൽ ടു സ്മോൾ എ ആണ്. നിങ്ങൾ ആംപ്ലിറ്റ്യൂഡിനെ ക്യാപിറ്റൽ എ ആണോ? സ്മോൾ എ ഇടാം, അല്ലെ? എ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് വരെയുമാണ്. അപ്പൊ എന്നാ പറ്റി? ഇവിടെ നമ്മൾ വരയ്ക്കുമ്പം ഇവിടെ ടോപ്പിലും മുകളിലും താഴെയും പ്ലസ് എ മൈനസ് കൃത്യ അകലായിരിക്കണം. അപ്പൊ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് എ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓർ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഈസ് മൈനസ് എ മിനിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിപ്പം ഒരു ഓസിലേഷന്റെ ആദ്യം ഇത് T/4 T/2 അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാവോ? എന്ന് പറഞ്ഞിരിക്കട്ടെ. ഇതിപ്പോ ഇവിടുന്ന് മൂവ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂവിലെത്തി. ഇനി എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, അത് തിരിച്ച് എക്സ് ഈക്വൽ ടു 0 ചെയ്തു. 0 വന്നിട്ട് അത് എങ്ങോട്ട് പോകും? മൈനസ് ഡയറക്ഷനെ മൂവ് ചെയ്യും, മൈനസ് എ വരെയും അത്. അപ്പൊ മൈനസ് എയിലോട്ട് അതിവിടെ മൈനസ് എ വരും. വീണ്ടും തിരിച്ചത് ഓസിലേറ്റ് ചെയ്യുമ്പം ഇവിടെ നിന്ന് തിരിച്ച് V2 വരും. ഇതല്ലേ ഒരു മോഷൻ എന്ന് പറയണേ. ഇനി ഇതിനെ രണ്ട് രീതിയിൽ വരയ്ക്കാം. ഇറ്റ് ഈസ് എ സൈൻ വേവ്. ഏതാണ്? സൈൻ വേവ്. ഇതിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നാണ്. അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നൊക്കെ വേണേ എഴുതാം. ഇഫ് ദർ ഈസ് എനി ഫേസ് ചേഞ്ച്, ഫൈ ഈസ് ദ ഫേസ് ചേഞ്ച്. എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതിയ കോസ് ഇടാത്തെ? എന്തുകൊണ്ടാ? ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന? 0 എന്നല്ലേ? അപ്പൊ സൈൻ 0 എത്രയായിരിക്കും? 0. ഇപ്പൊ രണ്ട് വേവ് വന്നിട്ട് സൈൻ ആണോ കോസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇനി അപ്പൊ കൊസൈൻ വേവ് എങ്ങനെയായിരിക്കും തുടങ്ങണത്? കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പം 0യുടെ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നായിരിക്കും കൊസൈൻ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പം പ്ലസ് എ, ഇതിപ്പം മൈനസ് എ, 0 0
ഇതിന്റെ മാക്സിമം വന്ന പോയിന്റ്, ഇതിന്റെ അടുത്ത് വരുന്ന പോയിന്റ്, ഇത് മൈനസ് മാക്സിമം, ഇത് 0 വന്ന പോയിന്റ് ആണെങ്കിൽ കൊസൈൻ വേവ് ആണെങ്കിൽ ആദ്യം എവിടുന്ന് തന്നെ cos 0 1 മാക്സിമം ആംപ്ലിറ്റ്യൂഡേയും തുടങ്ങും. എവിടുന്ന് തുടങ്ങും? ഇവിടുന്ന് തുടങ്ങി 0 വന്ന് മൈനസ് ആംപ്ലിറ്റ്യൂഡ് വന്ന് 0 വന്ന് പ്ലസ് ആംപ്ലിറ്റ്യൂഡ് വരും. മനസ്സിലായപ്പം ഇത് 0 പ്ലസ് എ മൈനസ് എ, ഇവിടെ 0 എന്ന് കൊടുക്കാം. അപ്പൊ എത്രയായി? cos 0 എത്രയാണ്? 1 മാക്സിമം 1. സൈൻ 0 എത്രയാണ്? 0. അപ്പം ഇവിടെ 0, ഇവിടെ സൈൻ 90, ഇത് 180, ഇത് 270, ഇത് 360. ഇവിടെ അങ്ങനെ തന്നെ 0 90 180 മൈനസ് ഒന്നും ഇല്ല, അറിയായിട്ട് പോയതാ, 270 360. അപ്പം x ഈക്വൽ ടു എ കോസ് ഓഫ് ഒമേഗ ടി എന്ന് എഴുതിയാലും ഒരു തെറ്റുമില്ല. അതും ഒരു വേവ് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ dx/dt y ആക്സിസ് അല്ലേ. അപ്പം ഇതിനെ ടൈമിന്റെ ടേമിൽ x ആക്സിസ് എഴുതുവാണെങ്കിൽ ഇവിടെ വേണേ y ഈക്വൽ ടു എന്ന് എഴുതിയാലും ഒരു തെറ്റില്ല. അല്ല dx/dt വേണ്ട, y എന്ന് എഴുതിയാലും മതി. y ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇത് രണ്ടും തമ്മിൽ ഫേസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ, കൃത്യമല്ല ഒരു ഇച്ചിരി മാറി വരുന്നുണ്ടെങ്കിൽ, ഫേസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ഫേസ് വ്യത്യാസം എന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് ഇതിന്റെ മുകളിൽ തന്നെ ഒരു വേവ് കൃത്യം വന്നാൽ അതാണ് ഫേസിന് വ്യത്യാസം ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ ഒരു ഇച്ചിരി മാറിയാണ് ആ വേവ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വ്യത്യാസത്തെയാണ് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു 2 സൈൻ വേവ് ഉണ്ട്, ഒരെണ്ണം 0 തുടങ്ങുന്നു, ഒരെണ്ണം 0 ഇച്ചിരി മാറി അങ്ങനെ തുടങ്ങും. അതിനെയാണ് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ മാക്സിമം ഹൈറ്റിനെ സ്മോൾ എനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റി. ഇത്രയും കാര്യങ്ങൾ ഇനി ഫണ്ടമെന്റൽ ആയിട്ട് അറിയണം. സോ ഒരു വേവ് ഏതൊക്കെയാകാം? സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനെ നമുക്കൊരു സൈൻ വേവ് കൊണ്ടോ ഒരു ക്രോസ് വേവ് കൊണ്ടോ റെപ്രസെന്റ് ചെയ്യാം. സൈൻ വേവ് ആകുമ്പോൾ 0 90 180 270 360 അങ്ങനെ പോകും. ഇതാകുമ്പോൾ 0 90 ഇങ്ങനെ പോകും. അപ്പോൾ സൈൻ 0 0 0 സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വരച്ച് തന്നിട്ടുണ്ട് മിസ്, ഞാൻ നോക്കിയായിരുന്നു. 1 തുടങ്ങുന്ന ഇത് കൊസൈൻ വേവ്. പക്ഷെ ഈ ആംഗിൾ എഴുതിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇനി നോക്കിയേ, മൊത്തം ഓസിലേഷൻ എടുക്കുന്ന സമയം t. അപ്പൊ ഇത് 0, ഇത് t. t is the time period. That is the time required for one oscillation. ഇനി അതിന്റെ കൃത്യം പകുതി ഇത് t/2. ഇതപ്പോൾ എത്രയായിരിക്കും? t/4. ഇത് എത്രയായിരിക്കും? 0 4 അര മുക്കാൽ 3/4. ഇവിടെ അങ്ങനെ തന്നെ 0 t/4 t/2 3/4 t. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് in 1 second. മ്യൂവിന്റെ ഇക്വേഷൻ ആണ് 1/ടൈം പീരിയഡ്. 1/ക്യാപിറ്റൽ T ചെയ്താൽ ഫ്രീക്വൻസി കിട്ടും. അതും ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ്. ഒമേഗ ഈക്വൽ ടു 2π ന്യൂ, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ന്യൂവിനെ 1/t എന്ന് എഴുതാം, ഓർ 2π ഡിവൈഡഡ് ബൈ T. അടുത്തതായിട്ടുള്ളതാണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് തന്നെ വേവ് ലെങ്ത് ഇതിപ്പം ഇവിടെ ഇത്രയും കൂടെ വരച്ചിരുന്നെങ്കിൽ ഉണ്ടാവും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ് ഓർ ട്രഫ് ഓർ എനി പോയിന്റ്. ഇവിടെ തുടങ്ങിയ ഇവിടെ തുടങ്ങണം, ഇവിടെ തുടങ്ങിയ ഇവിടെ എടുക്കണം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
ടു സക്സസീവ് തൊട്ടടുത്ത crest or trough that is represented by lambda. So നോക്കിയേ, lambda, nu, capital T, A, omega. ഇനി ഒരെണ്ണം കൂടെയുണ്ട്, സ്മോൾ ടി. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ടൈം, ക്യാപിറ്റൽ ടി ടൈം പീരിയഡ്. ഇപ്പൊ ഞാൻ പറയാണ് 10 ഓസിലേഷൻ ഞാൻ എണ്ണുന്നുണ്ട്. 10 ഓസിലേഷന് 600 സെക്കൻഡ് എടുത്താൽ ഇത് കണ്ടോ, ടൈം പീരീഡ് കാണാൻ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇപ്പൊ എത്രയായിരിക്കും? 600 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 10, 60. അതാണ് ടൈമും ടൈം പീരീഡും തമ്മിലുള്ള വ്യത്യാസം. അതും നിങ്ങളുടെ എഴുതി തന്നിട്ടുണ്ട്. ഒരെണ്ണം ഇത്ര പ്രാവശ്യം ഇത് ചെയ്യുവാണെങ്കിൽ അതിനെടുത്ത സമയം ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന എത്ര ഓസിലേഷൻ. 5 ഓസിലേഷന് 600 സെക്കൻഡ് എടുത്ത 5 ഓസിലേഷന് 600 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ടൈം പീരീഡ് എത്രയാണ്? T = 600/5. അപ്പൊ എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലേ? ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഒരു വേവ് ഇക്വേഷൻ എഴുതുമ്പോൾ ജനറൽ ആയിട്ട് അറിയണം. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ച് പല പല റിലേഷൻ നമുക്ക് ആവശ്യം വരും. അപ്പം ഇത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം എവിടം വരെയും പോകും. അത് ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ പോയിന്റ്. ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ഇവിടെ റൊട്ടേഷണൽ മോഷൻ ആണ് അല്ലെങ്കിൽ ഓസിലേഷൻ ആണ് എടുക്കുന്നത്, ലീനിയർ ട്രാൻസ്ലേഷൻ മോഷൻ അല്ല. ഇത് അതിനെടുത്ത ടൈം. ഇനി ആംപ്ലിറ്റ്യൂഡ് ഒമേഗ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ = 2π nu or 2π/t. ടിയും മ്യൂവും 1/t ആണ്. മ്യൂ നമ്പർ ഓഫ് വേവ്, ടി ടൈം പീരിയഡ്, ലാംഡ വേവ് ലെങ്ത്. ക്ലിയർ അല്ലേ എല്ലാം? ഇത്രയും ടേമുകൾ ഒരു ഓസിലേഷനെ കുറിച്ച് മിനിമം അറിയാം. സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എത്രയാണ്? ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ കാണുകയും ചെയ്തായിരുന്നു. സെക്കൻഡ് പെൻഡുലം 2018 മാർച്ച് ചോദിച്ച ചോദ്യമാണ്. 2018 മാർച്ച്. വാട്ട് ഈസ് ദ ടൈം പീരിയഡ് ഓഫ് എ സെക്കൻഡ്സ് പെൻഡുലം? അറിയാവോ? സെക്കൻഡ്സ് പെൻഡുലം ആട്ടാ, സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞത് 2 സെക്കൻഡ് ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി വർഷം ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് എന്തിയൊക്കെ നമ്മൾ പഠിച്ചാലും ചോദിക്കുന്ന ഒരു ജനറൽ സ്മോൾ ക്വസ്റ്റൻ ആണ്. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ സെക്കൻഡ് ഇവിടെ 2 ഓർത്താൽ നമ്മൾ എപ്പോഴും 1 സെക്കൻഡ് എല്ലാവരും ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതും. സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് 2 സെക്കൻഡ് ആണ്. Equations of a simple harmonic motion. SHM ചിലപ്പോൾ പരീക്ഷയ്ക്ക് കാണും കേട്ടോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു ഫിഗർ വേണം. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്പ്രിങ്. അതിന്റെ മാസ് അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് വേണം. പരമാവധി നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഈ ഫിഗർ വരച്ചതിന് ശേഷം ഇത് പ്രൂവ് ചെയ്യണം. അടുത്ത ഫിഗറും അങ്ങനെ തന്നെ വരയ്ക്കണം. പക്ഷേ താഴത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് കൃത്യം എത്ര ഒരു ദൂരം താഴത്തേക്ക് വരയ്ക്കുന്നു, മാസിന്റെ സെൻട്രൽ നിന്നാണ് ദൂരം വരയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ സെന്റർ ഇങ്ങനെയാന്ന് എടുത്തു കഴിഞ്ഞാല് അവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അത് ഈ എക്സ് എന്നിരിക്കട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടൊരു കൈനറ്റിക് എനർജി കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ മുകളിലോട്ട് തിരിച്ചു പോകുമ്പം ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകും. സോ ഇത് എത്ര ദൂരം ഇങ്ങോട്ട് പോകുന്നോ അത്രയും ദൂരം അത് കംപ്രസ് ആയി.
മനസ്സിലായോ? ഇങ്ങനെ വരയ്ക്കണം കേട്ടോ ആർത്തി. ഇതും എക്സ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി തുടങ്ങുവാണ്. കൺസിഡർ എ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ദിസ് ഡയറക്ഷൻ. കണ്ടോ, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. ശരിയല്ലേ? ഇതിനകത്തൊരു മാസ് ഉണ്ട്. ഫോഴ്സ് താഴത്തേക്ക് അപ്ലൈ ചെയ്താൽ അത് താഴത്തേക്ക് എലോങ്ങേറ്റ് ചെയ്തു. കൺസിഡർ a simple harmonic motion as in figure. A force capital F is applied in the downward direction. Then the spring is elongated. ശരിയല്ലേ? But due to elasticity of the string or the spring, a restoring force developed in the spring. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ താഴത്തേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ ഇത് ഇങ്ങോട്ട് ഇലോങ്ങേറ്റ് ചെയ്താൽ തിരിച്ചങ്ങ് പോകണമെങ്കിൽ എന്നായിരിക്കും? എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനകത്തും എന്തുണ്ടാകും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ്, എഴുതുമ്പോൾ കൃത്യം പറയണം, ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ശരിയല്ലേ? എന്നാലേ ആ മൈനസ് വരുള്ളൂ. ചുമ്മാ ഇവിടെ നമ്മൾ the oscillatory motion is maintained by restoring force proportional to the displacement. അങ്ങനെ എഴുതരുത്. The restoring force is in the opposite direction of the displacement, then we can write it as F directly proportional to minus x. F is equal to a constant into minus x. ഇവിടെ x ഇല്ല, minus, or F equal to minus kx. That is equation number 1. ഇനി by Newton's second law, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്നാണ്? F is equal to ma. രണ്ടും എഫിന്റെ ഇക്വേഷൻ അല്ലേ? അപ്പൊ നമുക്ക് എന്നാ ചെയ്യാം? രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. 1 equal to 2, so ma equal to minus kx, or ma plus kx is equal to 0, or m into d square x by dt square. ശരിയല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ? ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി. മനസ്സിലായോ? ആക്സിലറേഷൻ എന്ന് പറയുമ്പം വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ബൈ ടി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഓർ ഡി എക്സ് ബൈ ഡി ടി. വീണ്ടും ആക്സിലറേഷൻ എടുക്കുമ്പോൾ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പം ഡി എക്സ് ബൈ ഡി ടി അതിന്റെ ഡിഫറൻഷിയേറ്റ് വീണ്ടും വരും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. മനസ്സിലായോ കാർത്തി? ഇത് ആക്സിലറേഷൻ പകരം എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ശരിക്കും ഇവിടെ കൊണ്ട് തീരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എം കൊണ്ട് ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എങ്ങനെയാവും? ഡിവൈഡഡ് ബൈ എം. അപ്പൊ എങ്ങനെയാവും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇനി ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒമേഗ സ്ക്വയർ എന്നാണ്. ദെൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദിസ് ഈസ് ആക്ച്വലി ദ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിലും സെയിം ഡെറിവേഷനാണ്. ഞാൻ ഇച്ചിരി എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി കെ ബൈ എം ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഇവിടുന്ന് കുറെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കുന്നുണ്ട് എഴുതാം. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. അങ്ങനെയെങ്കിൽ ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇനി ഫ്രീക്വൻസി ആണെങ്കിലോ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം, ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ
2 pi nu whole square equal to k by m. Nu അപ്പോൾ 4 pi square nu square equal to k by m. Nu square equal to 1 by 4 pi square k by m, or nu equal to 1 by 2 pi root of k by m. കണ്ടോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ന്യൂ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ടി എന്നാണ്? 1 by t ആണ് ന്യൂ. അല്ലെങ്കിൽ ടി കണ്ടുപിടിക്കാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ടി ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു റൂട്ട് ഓഫ് എം മോളി വരും, എം ബൈ കെ. ഇതെല്ലാം പ്രോബ്ലം ചോദിക്കുന്ന ഈ ഒരു ഒറ്റ ഇക്വേഷൻ ആണ്. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എമ്മിനാണ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ന്യൂ ഈസ് ഈക്വൽ ടു 1 by 2 pi റൂട്ട് ഓഫ് കെ ബൈ എം. ടി ഈസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് എം ബൈ കെ. ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ മുമ്പേ എഴുതിയ വേവ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. എന്താ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ? എക്സ് ഈസ് ഈക്വൽ ടു എ. എന്ന് എഴുതിയാൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ എ എന്ന് കൊടുക്കണം. എ കോസോ സൈനോ കോസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5. ദിസ് ഈസ് ദ സിമ്പിൾ ഹാർമോണിക് വേവ് ഇക്വേഷൻ. എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. What is the time period of a seconds pendulum? It means time period of a seconds pendulum. ഒരു മാർക്ക്. 2018 മാർച്ച് എന്ന് എഴുതി കേട്ടോ. വേണേ 2018 മാർച്ച്. ഇതിന് കുറെ പാർട്ടുണ്ടോ? അല്ല, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. Which one of the following relationship between acceleration and displacement? Find out the relationship between acceleration and displacement. 1. Acceleration is equal to 0.7x. 2. Acceleration is equal to minus 200x square. 3. Acceleration is equal to minus 10x. 4. Acceleration is equal to 100x square. ഇനി ഇതിന്റെ എ ആണ് ഈ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ എ. ബി. A simple harmonic motion is represented by സൈൻ ആണോ വേവ് ആണോ കോസ് ആണോ എന്ന് ചിലപ്പം പരീക്ഷയ്ക്ക് തരും. ഇവിടെ തന്നിട്ടുണ്ട്. represented by x is equal to a cos omega t. Prove that. പ്രൂവ് രണ്ട് ഭാഗമുണ്ട്. obtain the expression for velocity and acceleration. Obtain the velocity expression for velocity and acceleration. And prove that, hence prove that the acceleration is directly proportional to the displacement. പിന്നെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് ഇതില് ഇവർ ആൻസർ തന്നിരിക്കുന്നത് ഇതാണ്. ബി ആണ് ഉത്തരം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു minus 200x square. പക്ഷെ ഇതാണെന്നാണ് എന്റെ ശരി.
ക്വസ്റ്റ്യൻ നമ്പർ 2-ന്റെ എയുടെ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയത്, ഇല്ലെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാമെങ്കിൽ ഒന്ന് ചോദിച്ചു. ഈ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് തെളിയിച്ച് തന്നിട്ടില്ലല്ലോ. അത് ഈ വർഷം നമുക്ക് ഇല്ലാത്തതാണോ? ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ടാണോ തെളിയിച്ചു തരാത്തത്?